എന്താ നോക്കിയെന്ന് കണ്ണു വയ്ക്കാണോ? ഓ, കണ്ണു വയ്ക്കാൻ പറ്റിയ വേഷം തന്നെ. എന്താ കുഴപ്പം? കൊള്ളാം കൊള്ളാം. കള്ള ഷാപ്പ് കോൺട്രാക്ടറെ പോലെ ഇരിക്കുന്നു. ആണാണെന്ന് തോന്നുന്നുണ്ടല്ലോ, അത് മതി. ദേ, ഇതൊന്ന് ഇട്ട് നോക്കിക്കേ. എന്താ? എന്തോ നോക്ക്. ഒരാള് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. ആളാരാണെന്ന് ഇപ്പൊ പറയുന്നില്ല. ആളെ പറയണ്ട. അയാളോട് എനിക്ക് ഇപ്പൊ ഉള്ള സ്നേഹം കളയേണ്ടി വരും. നല്ല ജീൻസ്. ആ, എങ്കിൽ നീ എടുത്തോ. കാണുന്നവർക്ക് രസം ഉണ്ടാവും. മനുഷ്യന്മാരിടുന്നൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. എടി, നമ്മുടെ ഈ നാടൻ വേഷത്തിന്റെ ഐശ്വര്യം മറ്റെവിടെ കിട്ടാനാ? നീ ഒരു കാര്യം ചെയ്യ്, ഇതപ്പുറത്തെ ആ പഞ്ചാബി ചെറുക്കനോണ്ട് കൊടു. എന്നിട്ട് അവനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ കൊലവിളി ഒന്ന് നിർത്താൻ. എന്ത് കൊലവിളി? കേട്ടില്ലേ? അത് പാട്ടല്ലേ? ഇതിന് പാട്ടെന്നാ പറയാ? മനഃപൂർവ്വം വെക്കുന്ന റാസ്കൽ. ഇതെന്ത് പാടാ? അവർക്ക് അവരുടെ വീട്ടിൽ പാട്ടും വെച്ചൂടെ? വെക്കാം, പാട്ടും വെക്കാം, കൂത്തും നടത്താം. ഇതൊക്കെ അവന്റെ വീട്ടിൽ മാത്രം കേട്ടാ പോരെ? കണ്ട പഞ്ചാബിന്ന് ഒറീസന്ന് കയറി വന്നോളൂ മനുഷ്യരെ മനക്കെടുത്താൻ. അതിന് എന്നോടെന്തിനാ ചൂടാവുന്നത്? അവനോടങ്ങ് നേരിട്ട് പറഞ്ഞൂടെ? പറയല്ല, അവന്റെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കാൻ വേണ്ട റാസ്കൽ. 2 ദിവസം കൂടി സഹിച്ചാ പോരെ? ഇവിടെ വിട്ടു പോകുന്നതിന് മുൻപ് ഇനി അയൽവാസികളുമായി തല്ലു പിടിക്കണ്ട. അച്ഛനെ വിളിച്ചു പറഞ്ഞോ? ലീവ് സാങ്ഷനായ കാര്യം പറഞ്ഞു. നമ്മൾ എന്നാ പുറപ്പെടുകയെന്ന് ചോദിച്ചു. ഞായറാഴ്ച ഇവിടുന്ന് പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇനി നാളെ അതിന് മാറ്റം ഉണ്ടാവില്ലല്ലോ? ഞായറാഴ്ചക്കകം ചാർജ് എടുക്കാൻ വേറെ ആള് വന്നേക്കും. ഏതായാലും ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. പിന്നെന്തിനാ അതിനു മുൻപ് ഒരു ലീവും ഒരു ചാർജ് ഏൽപ്പിക്കലും ഒക്കെ? നിന്റെ കണ്ണീരും നാട്ടിൽ നിന്നുള്ള നിരന്തരമായ വിളിയും കൊണ്ടാണ് ഞാൻ ഈ ജോലി കളയാന്ന് വെച്ചത്. പിരിയുന്നതിന് മുമ്പ് എന്റെ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തു തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ ഭയങ്കര ഭാഗ്യവതിയാ. എന്നെ പോലെ ഇത്ര സ്വഭാവ ഗുണമുള്ള ഒരു ഭർത്താവിനെ ലോകത്തിൽ ഒരു പെണ്ണിനും കിട്ടിക്കാണില്ല. അത് അവനും തന്നെ പറഞ്ഞാ മതി. ഹലോ, അതെ, ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് വരാം. ആ, പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി തന്നെ പോണം. ഇല്ല, മാറ്റി വയ്ക്കാൻ പറ്റില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ചേടാ, ഓരോ പുലിവാലുകള്. എന്താ സാർ പ്രശ്നം? താനെന്താ ഇവിടെ? ഞാൻ ചുമ്മാ വന്നതാ. ചുമ്മാതെ? അങ്ങനെ ചുമ്മാതൊന്നും വരണ്ട. ഓ, മണിയടിക്കാനുള്ള ഉദ്ദേശമായിരിക്കും. ദൈവത്താണ്, ഒരു ഉദ്ദേശവും ഇല്ല. അല്ല, അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടക്കില്ല. എടോ, തനിക്കൊന്നും പോലീസ് പണി പറ്റില്ലടോ. പോലീസിന്റെ വേഷമിട്ടാ പോലീസിന്റെ ജോലി ചെയ്യണം, അല്ലാതെ സിനിമ കാണുകയല്ലേ വേണ്ടത്. തന്റെ പേരിലുള്ള സസ്പെൻഷൻ ഇപ്പോഴൊന്നും പിൻവലിക്കില്ല. തിരക്കില്ല, സാറിന്റെ ലീവ് കഴിഞ്ഞിട്ട് മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോണം. ആ, താങ്കോട്ടെ. അകത്തൊന്ന് പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ച. അത് തരാ കമ്മീഷണറായി ജോലിയുണ്ടോ? വെറുതെ അകത്തൊന്ന് പറഞ്ഞ. വെറുതെ പറയുന്നിപ്പ എന്താ? നീയാണ് അയാളെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ കുട്ടനെ. ഞാനെങ്ങനെ അയാളെ വഴക്കു പറയാ? പാവം ഇവിടുന്ന് പോവാന്ന് നിൽക്കുക. സസ്പെൻഷനിലായ ഒരുപാട് പോലീസുകാരുണ്ട്. എല്ലാരും പാവങ്ങളാ. എല്ലാരും പിടിച്ച് നിർത്തിക്കോ. കുട്ടൻ അവരെ പോലൊന്നുമല്ല, പഞ്ചപാവ. നമ്മുടെ മോളം വെച്ച ജീവനാ. കാണും കാണും, ജീവൻ കാണും. പ്രത്യേകിച്ച് സസ്പെൻഷന് നിൽക്കുമ്പോ. മോൾക്ക് ഐസ്ക്രീമും കാഡ്ബറീസും ഒക്കെ മേടിച്ചെന്നത് മോൾ ഡാഡിയോട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ? സത്യമായിട്ടും പറഞ്ഞില്ല. അയ്യോ, എന്റെ കാശ് കളഞ്ഞല്ലോ. മോളെ, ആ അങ്കിളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ. അങ്കിള് നല്ല അങ്കിളാണ്, അങ്കിള് മിഠായി മേടിച്ചു തരും, പിന്നെ അങ്കിളുടെ ജോലി മോളെ ചത്തില്ലേ. താഴെ പോയില്ലേ? മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. തനിക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? വീട്ടിലിരിക്കുന്നത് വിളിക്കുന്നത് ഒന്നല്ലേ സാർ? ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലോ. ഇവിടെ താൻ പറഞ്ഞു വിട്ടാലും പോകില്ലേ? ഇതേ അവസാനമായിട്ട് ഞാൻ പറയാ, മേലെ തന്നെ ഇവിടെ കണ്ടുവരുത്. ശരി സാർ. അപ്പോ ടിക്കറ്റ് ഞായറാഴ്ച തന്നെ വേണമല്ലേ? തിങ്കളാഴ്ചയായി പറ്റില്ലല്ലോ. ടിക്കറ്റ്? എന്ത് ടിക്കറ്റ്? അല്ല, സാറിന് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തന്നോട് ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. കുട്ടൻ ചെല്ലു. നീ എന്താ കരുതിയിരിക്കുന്നത്? അവനെ കൊണ്ട് വീട്ടിൽ ജോലി ചെയ്യിക്കാന്നോ? ഞാനൊന്നും പറഞ്ഞതല്ല, അയാള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. ബന്ധുക്കൾ ആരും റെയിൽവേയിലുണ്ടെന്ന്. ഒന്നുണ്ട്, അവന്റെ അമ്മായിയപ്പൻ റെയിൽവേ മന്ത്രി. പിന്നെ വേറെ പണിയൊന്നുമില്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ അവനെ ഇവിടെ കണ്ടുവരുത്. ആ, ഞാൻ രാത്രി വരാൻ വൈകും. മോളെ, ഡാഡി പോന്നു. നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ പുറകിന്ന് വിളിക്കരുതെന്ന്? സാരമില്ല. എന്താ മോളെ? മോക്ക് പാവ വേണം. എന്ത് പാവ വേണ്ടേ? നാട്ടിൽ ചെല്ലുമ്പോ മുത്തച്ഛനെ കാണിക്കാനാ. കുട്ടിയാനയുടെ പാവ. എന്തിനാ മോളെ കുട്ടിയാനയുടെ പാവ? മമ്മിയില്ലേ? ശരി, ഡാഡി വരുമ്പോ പാവ വാങ്ങിച്ചിട്ട് തൽക്കാലം മോക്ക്
മിസ്റ്റർ സൈമൺ, നിങ്ങൾ 3 ബാച്ചുകളെ പിരിക്കുക. എന്നിട്ട് ഇതിൽ തന്നെ പതുങ്ങിയിരിക്കുക. എന്റെ നിർദ്ദേശം കിട്ടിയാലുടൻ കോട്ടയിൽ കയറി ആക്രമിക്കുക. ഒരൊറ്റവണ്ണം രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഗോ. യെസ് സർ. ദേവദാസ്, ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി. മിടുക്കനാണെന്നും അറിയാം. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ പുലി എന്ന് പറയുന്നവൻ നീയാണല്ലേ? എല്ലാവരും ഓമനിച്ചു വിളിക്കുന്നത് അങ്ങനെയാണ്. കാണുന്നതിന് മുമ്പ് നീ ഒരു ഭയങ്കരനാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എലി എന്ന പേരാണ് നിനക്ക് കൂടുതൽ ഇണങ്ങുന്നത്. ഇത് എന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ലീവിൽ പ്രവേശിക്കുന്നത് കേട്ടല്ലോ. ഇതൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നെപ്പോഴും ആളല്ലേ മിസ്റ്റർ ദേവദാസ്? നീ വീരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അയ്യോ, അത്രയ്ക്കൊന്നും ഞാനില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നേക്കാൾ 1000 മടങ്ങ് പാവമാണ് ഞാൻ. അതെ, കുടിക്കാൻ എന്താ വേണ്ടത്? നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. നിനക്ക് ജയിലിൽ ഞാനൊരു കൂട് പണിതിട്ടുണ്ട്. ഇനി നിന്റെ താമസം അങ്ങോട്ടേക്ക് മാറ്റാം. എന്തിനാ മിസ്റ്റർ ദേവദാസ് നാം തമ്മിലുള്ള സ്നേഹം കളയുന്നത്? സ്നേഹമോ? ആര് തമ്മിൽ? എന്നെ തെളിവരാത്ത എല്ലാ പോലീസുകാരോടും എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. എല്ലാ വിധത്തിലും ഞാൻ അവരെ സഹായിക്കും. സ്നേഹിക്കുന്നവന് ഇത് കുറച്ചു കൊടുക്കുവാനും തയ്യാറാണ് ഈ പുലി. എങ്കിൽ എന്റെ കൂടെ സ്ഥലം വരെ വരണം. എവിടേക്കാ? ജയിലിലേക്ക്. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ പുലിയെ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും.
ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ കണ്ണിയാണ് നീ. എന്താ നോക്കി നിൽക്കുന്നത്? ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. നീ നോക്കി നിൽക്കണ്ട, പോയി കയറിക്കോ. സാർ സാർ മുമ്പിൽ സാർ. മുമ്പിൽ അവിടെ. ആ സാർ വീടെത്തി. ആ ആരാത്? ആരാന്നാ ചോദിച്ചേ? ഞാനാ, കുട്ടനാ സാർ. ഏത് കുട്ടൻ? നീ വന്നേ. താൻ പോയതാ സാർ. ഞാൻ ഇവിടുന്ന് പോയതാ. ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ചാ മോളില്. രാത്രിയല്ലേ, അവർക്കൊന്ന് കൂട്ടിനിരുന്നതാ. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തോളാം. വേലക്കാരന്റെ സ്ഥാനത്തേക്കണം. താൻ പോയി കിടന്നോ. സാർ, അപ്പൊ എന്റെ ജോലിക്കാര്യം? ജോലിക്കാൻ തോറ്റി 6 ദിവസമായി സാർ ഞാൻ പുറത്ത് നിൽക്കണേ. എന്തിനാ പുറത്തേക്കുന്നത്? സാറ് പറഞ്ഞിട്ട്. ആ, എന്നാ ഇനി അകത്ത് കിടന്നു. എന്നാ ഞാൻ പോട്ടെ സാർ. എങ്ങോട്ട്? വീട്ടിലേക്ക്. നാളെ രാവിലെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരാം.
വേണ്ട, യൂണിഫോം വേണ്ട, ഈ വേഷമൊക്കെ മതി. തന്നെ ആ കഥവ് കൂട്ടിയിട്ടിട്ട് ഇവിടെ കിടന്നോ. അല്ല വേണ്ട, അവിടെ ഈ അടുക്കളയില് അവിടെ. അടുക്കളയിലോ? പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കുറ്റിയിട്ടിട്ട് ഞങ്ങൾ വരാം. ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കണോ സാർ? അപ്പൊ ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കാം. എന്ത് വേഷത്തിലാ കിടന്നുറങ്ങിയത്? ഞാന് ഇത് മാറാൻ മറന്നുപോയി. രാത്രി ബോധമില്ലാതെയാണോ വന്നത്? ഇപ്പൊ കിടക്കാൻ ബെഡ്റൂം ഒന്നും വേണ്ടാതായോ? രാത്രി ഞാൻ വളരെ താമസിച്ചു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ കിടന്നു. ആഹാ, ഈ ഔദാര്യം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോരോ പുതിയ രീതികളാ. വലിയ കേസായിരുന്നു തോന്നുന്നു രാത്രി. ഏതായാലും മോളി പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ചെല്ല് ചെല്ല്. സാർ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? കഷ്ടായി. എന്താ കുട്ടാ? ഞാൻ ഇന്നലെ ഉറക്കം ഒളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, അത്ര തന്നെ.